السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും അത് മനസ്സിലാക്കുവാനുള്ള കഴിവും അത് അമലാക്കുവാനുള്ള സൗകര്യവും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ മഹത്തായ ചില അസ്മാഉകളും സിഫാത്തുകളും അള്ളാഹുവിൻ്റെ ഔന്നിത്യവും പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്ന കാര്യവുമാണ് കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി 4-ാമത്തെ ആയത്ത് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. له ملك السماوات والأرض وإلى الله ترجع الأمور. يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور. آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. 4-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വവും അവൻ്റെ ഗുണവിശേഷണങ്ങളും വിശദീകരിക്കുകയാണ്. ഹുവ അവൻ, അല്ലാഹു, അല്ലദീ അവൻ യാതൊരുവനാണ്, ഖലഖസ് സമാവാതി വൽ അർദ ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ
സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങളിലായി. യൗമിൻ്റെ ജംആണ് അയ്യാം. 6 ദിവസങ്ങളിലായി അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ പിന്നീട് ഇസ്തവാ അലൽ അർശ് അവൻ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അർശിലായിരിക്കുന്നു. ഇസ്തവ യസ്തവി ഇസ്തിവാൻ. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെയാവുക, ഇസ്തവ മേലെയാവുക. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഇസ്തവ അല ഉണ്ട്, ഇസ്തവ ഇല ഉണ്ട്. സുമ്മ ഇസ്തവ ഇല സമായി വഹിയ ദുഖാനും. ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് തിരിയലാണ്. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെയാവലാണ്. അപ്പോൾ സുമ്മ ഇസ്തവ അലൽ അർശ് പിന്നീട് അവൻ അർശിൻ്റെ മേലെയായിരിക്കുന്നു. യഅലമു അവൻ അറിയുന്നു, അലിമ യഅലമു ഇൽമൻ. യഅലമു അവൻ അറിയുന്നു, മാ യലിജു ഫിൽ അർദ് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. വലജ യലിജു വുലൂജൻ. വലജ യലിജു വുലൂജൻ. വലജ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, വന്നു ചേരുക, വന്നു ചേരുക, പ്രവേശിക്കുക. അതാണ് വലജ. എത്തിപ്പെടുക. ഒരാൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ആ വേർഡ് ഉപയോഗിക്കും. യഅലമു മാ യലിജു ഫിൽ അർദി ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതും അവൻ അറിയുന്നു. ഖറജ യഖ്റുജു ഖുറൂജൻ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അവൻ അറിയുന്നു. വമാ യൻസിലു മിനസ് സമാ ഉപരിലോകത്ത് നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് അവൻ അറിയുന്നു. നസല യൻസിലു നുസൂലൻ. വമാ യഅറുജു ഫീഹാ അറജ യഅറുജു ഉറൂജൻ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതും അവൻ അറിയുന്നു. അറജ എന്ന് പറഞ്ഞാൽ ഉയർന്നു പോവുക. മിഅറാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് പോവൽ. അറജ യഅറുജു ഉറൂജൻ. വമാ യഅറുജു ഫീഹാ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതും അവൻ അറിയുന്നു, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതും അള്ളാഹു അറിയുന്നു. വഹുവ മഅക്കും ഐനമാ കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അമില യഅമലു അമലൻ പ്രവർത്തി ബിമാ തഅമലൂന ബസീർ കണ്ടറിയുന്നവനാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൻ്റെ വ്യാപ്തിയും അവൻ്റെ സൃഷ്ടി വൈഭവവും അവൻ ഖാലിഖാണ് ആലിമാണ് എന്ന വലിയ കാര്യമാണ് ഈ 4-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു സൂറത്തുൽ ഹദീദ്. അതിൽ പ്രധാനമായും ഒട്ടനവധി സബ്ജക്റ്റുകളിൽ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് അള്ളാഹുവിൻ്റെ വലിപ്പമാണ്, അവൻ്റെ മഹത്വമാണ്. അപ്പോൾ ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ്. ഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങളിലായിട്ട്. ഏതാണ് ഈ 6 ദിവസങ്ങൾ? ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളാണ്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ അപ്രകാരം വന്നിട്ടുണ്ട്. ഞായർ മുതൽ വെള്ളിയാഴ്ച വരെ. വെള്ളിയാഴ്ചയാണ് അവസാന സൃഷ്ടിപ്പ്. ഏറ്റവും അവസാനം സൃഷ്ടിച്ചത് ആരെയാണ്? മനുഷ്യനെയാണ്. ഏറ്റവും അവസാനത്തെ സൃഷ്ടി മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫുസ്സിലത്തിലെ 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ ആ ഘട്ടം പറയുന്നുണ്ട്. ഈ 6 ദിവസം എങ്ങനെ? ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈൻ 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ടാണ്. വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ
നിങ്ങൾ അവന് പങ്കുകാരെ ചേർക്കുകയാണോ? അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ്. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ട്. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ, പിന്നീട് ഭൂമിക്ക് മേലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു. വബാറക ഫീഹാ, ഭൂമിയിൽ എല്ലാ അനുഗ്രഹങ്ങളും സംവിധാനിച്ചു. വഖദ്ദറ ഫീഹാ അഖ്വാതഹ, അവയിലുള്ള റിസ്ഖിനെ, ഭക്ഷണത്തെ, ഓരോരോ നാടുകളിലുമുള്ള പ്രത്യേക ഭക്ഷണങ്ങളെ സംവിധാനിച്ചു. ഫീ അർബഅത്തി അയ്യാം, അങ്ങനെ 4 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ സംവിധാനിച്ചു. സവാഅൻ ലിസ്സായിലീൻ, ആവശ്യക്കാർക്ക് തുല്യമായ രൂപത്തിൽ, അല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുന്നവർക്ക് ഇത് വ്യക്തമായ വിശദീകരണമാണ്. അപ്പോൾ ടോട്ടൽ ഭൂമിയെ സംവിധാനിച്ചത് 4 ദിവസങ്ങളിലായിട്ടാണ്. 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നുള്ള 2 ദിവസം കൊണ്ട് ഭൂമിയിലെല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി. പുഴകളും അതേപോലെയുള്ള വൃക്ഷങ്ങൾ തുടങ്ങിയ എല്ലാ സംവിധാനവും. ഇതിനാണ് ഫീ അർബഅത്തി അയ്യാം, 4 ദിവസങ്ങളിലാണിത് സംഭവിച്ചത്. പിന്നീട് പറയുന്നത് സുമ്മസ്തവ ഇലസ്സമ, പിന്നെ ആകാശലോകത്തിന് നേരെ തിരിഞ്ഞു. വഹിയ ദുഖാനുൻ, അതൊരു പൊടിപടലമായിരുന്നു. ഫഖാല ലഹാ വലിൽ അർദി ഇഅ്തിയാ തൗഅൻ ഔ കർഹാ ഖാലതാ അതൈനാ ത്വാഇഈൻ ഫഖദാഹുന്ന 7 സമാവാതിൻ ഫീ യൗമൈനി. ആദ്യം ഒറ്റ ആകാശമായിരുന്നു. ഈ ഒറ്റ ആകാശത്തെ 7 ആകാശമാക്കി മാറ്റിയത് 2 ദിവസങ്ങളിലായിട്ടാണ്. ഫഖദാഹുന്ന 7 സമാവാതിൻ ഫീ യൗമൈനി, 2 ദിവസങ്ങളിൽ ആകാശത്തെയും സെറ്റാക്കി. അപ്പോൾ മൊത്തത്തിൽ 6 ദിവസം. ആദ്യം പറഞ്ഞ ഫീ അർബഅത്തി അയ്യാം, പിന്നെ ഈ 2, ഇതാണ് ഫീ സിത്തത്തി അയ്യാമിൻ. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, എല്ലാ ആകാശത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ അള്ളാഹു വഹിയായി നൽകി. ഓരോ ആകാശത്തിനും വേറെ വേറെ ഡ്യൂട്ടിയാണ് നിർവഹിക്കാനുള്ളത്. വസയ്യന്ന സമാഅ അദ്ദുനിയ ബിമസാബീഹ്, ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. നക്ഷത്രങ്ങളാണ്. അപ്പം നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന ലോകം 1ാമത്തെ ആകാശം മാത്രമാണ്. അപ്പോൾ ബാക്കി 7 ആകാശങ്ങളുടെ വലിപ്പത്രയാണ്. ഈ ആകാശത്തിൻ്റെ തന്നെ പരിധി എത്രയാണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ മഹാപ്രപഞ്ചം, ഭൂമിയിലെ സംവിധാനങ്ങൾ, അതൊക്കെ വമ്പിച്ച സൃഷ്ടിവൈഭവത്തിൻ്റെ ഭാഗമാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു ഖല്ലാഖാണ്, അൽ അലീമാണ്. അത് രണ്ടും ഈ ആയത്തിൽ വിശദീകരിക്കുകയാണ്. അതിലൊന്ന് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ താനെ ഒരിക്കലും ഉണ്ടാവില്ല. യുക്തിവാദമാണോ ഇസ്ലാമാണോ യുക്തിസഹം? ഇസ്ലാം തന്നെയാണ്. യുക്തിവാദം പറയുന്നു ഇതൊക്കെ താനെ ഉണ്ടായി. ഒരു ബുദ്ധിയും അംഗീകരിക്കാത്തതാണ് ഒരു വസ്തു താനെ ഉണ്ടാവുക എന്ന്. ഒരു വസ്തു താനെ ഉണ്ടാവില്ല. ശുദ്ധശൂന്യതയിൽ നിന്ന് ഒരു വസ്തു ഉണ്ടായി വരൂല. യുക്തിസഹമല്ല, സൃഷ്ടിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. നിങ്ങളൊന്നുമില്ലാതെ വെറുതെ താനെ ഉണ്ടായതാണോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അതല്ല ഇനി നിങ്ങളാണോ സൃഷ്ടാക്കൾ? ഇത് രണ്ടുമല്ല. ആകാശങ്ങളെയോ ഭൂമിയെയോ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? അതിനും മറുപടി ഇല്ല. അപ്പോൾ പിന്നെ ബൽ ലാ യൂഖിനൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല? ഒന്ന് താനെ ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ പറ്റില്ല, എന്നാൽ നിങ്ങളാണോ ഉണ്ടാക്കിയത് അതുമല്ല. അപ്പോൾ പിന്നെ ഒരു സൃഷ്ടാവിനെ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു നിർവഹിച്ചിരിക്കുന്നു. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായി. ചില ആളുകൾ പറയും 6 ഘട്ടങ്ങളിലായി. അയ്യാം എന്നതിന് അങ്ങനെ ഘട്ടങ്ങൾ എന്നൊരർത്ഥമില്ല. മാത്രമല്ല അത് ഒരുപക്ഷെ ചിലപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടായതിന് ശേഷമാണല്ലോ ദിവസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പെങ്ങനെ ദിവസങ്ങളുണ്ടായി എന്ന ചോദ്യത്തെ മറികടക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ പറയാൻ വിചാരിച്ചത്. എന്നാൽ സ്വഹീഹായ ഹദീസുകളിൽ കൃത്യമായും അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വ്യാഖ്യാനത്തിലേക്ക് പോവേണ്ടതില്ല. അതേസമയത്ത് നമ്മുടെ ദിവസവും അള്ളാഹു പറയുന്ന ദിവസത്തിൻ്റെയും ദൈർഘ്യം ഒരുപോലെ ആവണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക
കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കണക്ക് പ്രകാരം 1000 കൊല്ലമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം. അപ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനും മറ്റും അള്ളാഹു തിരഞ്ഞെടുത്ത്, അല്ലാതെ അള്ളാഹുവിന് ദിവസം ബാധകമല്ല. അള്ളാഹുവിന് ആഴ്ചയോ ദിവസമോ വർഷങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ പറയപ്പെട്ട ഈ 6 ദിവസങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അതിലൊന്ന് 1000 വർഷങ്ങൾക്ക് തുല്യമായിരിക്കാം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. ആ സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങൾക്ക് ഞായറാഴ്ചയാകട്ടെ തിങ്കളാഴ്ചയാകട്ടെ അതിൻ്റെയൊക്കെ ദൈർഘ്യം ഈ രൂപത്തിലായിരിക്കും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കുന്നത് പോലെ ദിവസത്തിൻ്റെ ദൈർഘ്യങ്ങളും കുറയ്ക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. മാത്രമല്ല സൃഷ്ടി തുടങ്ങിയപ്പോൾ തന്നെ സമയവും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിയായത്. അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ സമയത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ വർഷത്തിൽ 12 മാസം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നീടുണ്ടായ ഒന്നല്ല. പിന്നെ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ ശരിയായ രൂപങ്ങളുമൊക്കെ അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് ഫീ സിത്തത്തി അയ്യാം എന്ന് പറഞ്ഞാൽ 6 ദിവസങ്ങൾ എന്ന് തന്നെയാണ്. ആ ദിവസത്തിൻ്റെ ദൈർഘ്യം അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമുക്ക് അജ്ഞാതമാണ് എന്നർത്ഥം. സുമ്മസ്തവ അലൽ അർശ്, പിന്നീട് അള്ളാഹു അർശിലേറി, അർശിലായി എന്ന് പറയാം. സ്തവ അലൽ അർശ്. എന്നാൽ അള്ളാഹു അർശിലിരിക്കുകയാണോ? ഹദീസിലോ ഖുർആനിലോ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അർശിലിരിക്കുന്നു, ഉപവിഷ്ടനായി എന്ന് പറയാൻ പാടില്ല. പലരും പറയും അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി. ഉപവിഷ്ടനാവെന്ന് പറഞ്ഞാൽ ഇരിക്കുക, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇസ്തവാലൽ അർശെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൈഫൽ ഇസ്തിവ മജ്ഹൂലുൻ, അതറിയപ്പെട്ടിട്ടില്ല. ഇസ്തിവ എങ്ങനെയാണ് എന്നറിയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അറബികൾക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണ്. ഒന്നിൻ്റെ മേലെ ആവലാണ്. ഓക്കെ, അത് നിൽക്കുകയാണോ ഇരിക്കുകയാണോ നമുക്ക് പറയാൻ പാടില്ല. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ അറിയപ്പെട്ടതാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തു എന്നത് അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതെങ്ങനെയാണെന്നുള്ളത് അറിയപ്പെട്ടിട്ടില്ല. ആർക്കും അറിയില്ല അതെങ്ങനെയാണ്, അള്ളാഹു പറഞ്ഞിട്ടില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെയാണെന്ന് ചോദിക്കൽ പോലും ബിദ്അത്താണ്. ആരും ചോദിച്ചിട്ടില്ല അതെങ്ങനെയെന്ന്. അതുകൊണ്ട് സുമ്മസ്തവ അലൽ അർശ്, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അവിടെ മതിയാക്കുന്നു നാം. അപ്പോൾ അങ്ങനെയുള്ള ആ സൃഷ്ടാവ്, അർശിലേറിയ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വഹുവൽ ഖല്ലാഖ്, അതാണ് പറഞ്ഞത് അൽ അലീം, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ വ്യാപ്തി, വിശാലത, ആഴം, സൂക്ഷ്മത, ഇതിനെക്കുറിച്ചുള്ള അറിവിൽ അബദ്ധം പറ്റിയപ്പോഴാണ് ധാരാളം തലമുറകൾ നശിച്ചു പോയത്, അബദ്ധങ്ങൾ സംഭവിച്ചത്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടായത്, ഖദരിയാക്കളുണ്ടായത്. ഖദരിയാക്കളുടെ വാദം തന്നെ വരാനിരിക്കുന്നൊരു കാര്യം അള്ളാഹു എങ്ങനെ അറിയും എന്നാണ്. അതെങ്ങനെയാണ് സാധ്യം? അപ്പോൾ അള്ളാഹു അപ്പപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്, അത് അള്ളാഹു അറിയും. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം അപ്പപ്പോൾ അള്ളാഹു അറിയും. പക്ഷേ ഇന്ന് നടക്കുന്നൊരു കാര്യം ഇന്നലെ അള്ളാഹു അറിയൂല. അതുകൊണ്ടാണ് അവർ ഖദറിനെ നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ ഖദറുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിയുന്നു എന്നാണ് ശരിക്ക് ഖദറുള്ള വിശ്വാസത്തിൻ്റെ പൊരുൾ തന്നെ. ആ അറിവനുസരിച്ച് അവൻ ഖദറാക്കുന്നു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ആയുസ്സും അടക്കം അള്ളാഹു ഖദറാക്കുന്നു. അള്ളാഹു ഓരോന്നും ഖദറാക്കുന്നത് അള്ളാഹുവിൻ്റെ ഇൽമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ അറിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ മശീഅത്ത് എല്ലാം.
അതുകൊണ്ട് തന്നെ യഅലമു മാ യലിജു ഫിൽ അർദി, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് അവൻ അറിയുന്നു. ഭൂമിയിലേക്ക് എന്തൊക്കെ പ്രവേശിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന മഴത്തുള്ളികൾ, ധാന്യങ്ങൾ, വിത്തുകൾ, ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭൂമിയിൽ വന്ന് ഇറങ്ങുന്ന മലക്കുകൾ, അങ്ങനെ തുടങ്ങി മരണപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരുടെ ശരീരങ്ങൾ, മറ്റു മൃഗങ്ങളുടെ ശരീരങ്ങൾ, അതൊക്കെ ഭൂമിക്കടിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇങ്ങനെ മണ്ണിനുള്ളിലേക്ക് പോകുന്ന എന്തെല്ലാമുണ്ടോ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അദൃശ്യങ്ങളുടെ താക്കോൽ റബ്ബിൻ്റെ കയ്യിലാണ്. ഒരു ഇല കൊഴിയുന്നത് പോലും അള്ളാഹു അറിയുന്നു. ഭൂമിയിലേക്ക് ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളെക്കുറിച്ച്, ഭൂമിയിലേക്ക് പതിക്കുന്ന ഇലകളെക്കുറിച്ച് അള്ളാഹുവിനറിയാം. പിന്നീട് ആ വൃക്ഷത്തിൽ നിന്ന് ഭൂമിക്കടിയിലേക്ക് പോകുന്ന വിത്തുകളെക്കുറിച്ച്, മണ്ണിനടിയിലേക്ക് പോകുന്ന വിത്തുകളെക്കുറിച്ച് അള്ളാഹുവിനറിയാം. ഉണങ്ങിയതും അല്ലാത്തതുമായ വിത്തുകളെക്കുറിച്ച് അള്ളാഹുവിനറിയാം. അപ്പോൾ അതാണ് ഭൂമിയിലേക്ക് ചെന്ന് പതിക്കുന്ന, മണ്ണിനടിയിലേക്ക് പോകുന്ന എന്തെല്ലാമുണ്ടോ എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹ. ഇനി ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചെടികൾ, മരങ്ങൾ, ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉറവകൾ, ജീവികൾ, ഇഴജന്തുക്കൾ തുടങ്ങി എന്തെല്ലാം ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ അതും അള്ളാഹു അറിയുന്നു. വമാ യൻസിലു മിനസ് സമാ, ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. മലക്കുകളുടെ ഇറക്കം, ജിന്നുകൾ ആകാശലോകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ അവരുടെ തിരിച്ചുള്ള ഇറങ്ങൽ, മഴ വർഷിക്കുന്നത്, അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളുടെയും മറ്റും അവതരണം എല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ്, അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ തുടങ്ങി ഉപരിലോകത്ത് നിന്ന് നമുക്കറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. വമാ യഅറുജു ഫീഹാ, ആകാശത്തേക്ക് കയറിപ്പോകുന്ന കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. മരണശേഷമുള്ള സത്യവിശ്വാസികളുടെ ആത്മാവ് കയറിപ്പോകുന്നത്, ഭൂമിയിലേക്ക് വന്ന മലക്കുകൾ തിരിച്ച് കയറിപ്പോകുന്നത്, മനുഷ്യൻ്റെ അമലുകൾ, വാക്കുകളും പ്രവർത്തനങ്ങളും കയറിപ്പോകുന്നത്, അങ്ങനെ എന്തെല്ലാം ആകാശത്തേക്ക് കയറിപ്പോകുന്നുണ്ടോ. ഇനി ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ റോക്കറ്റ്, വിമാനം, ഹെലികോപ്റ്റർ തുടങ്ങി എന്തൊക്കെ ഭൂമിയിൽ നിന്ന് പറന്ന് ആകാശത്തേക്ക് ഉയരുന്നുണ്ടോ, ഏതൊക്കെ പക്ഷികൾ പറക്കുന്നുണ്ടോ തുടങ്ങി ഉപരിലോകത്തേക്ക് കയറുന്നതെല്ലാം അള്ളാഹു അറിയുന്നു. മേലെ നിന്ന് താഴോട്ടിറങ്ങുന്നതെല്ലാം അള്ളാഹു അറിയുന്നു. ഇനി ഭൂമിക്കടിയിലേക്ക്, മണ്ണിലേക്ക് പോകുന്നത് അള്ളാഹു അറിയുന്നു. മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മുളച്ചു പൊന്തുന്നതിനെക്കുറിച്ചും അള്ളാഹു അറിയുന്നു. അള്ളാഹു അറിയാത്ത ഒന്നുമില്ല. ഒന്നുകൂടി പറഞ്ഞു, വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. റഹ്മാനായ റബ്ബ് അറിയാത്ത ഒരു സ്ഥലം എവിടെയുമില്ല. ഭൂമിയിൽ എവിടെയും പോയി ഒളിച്ചാലും അള്ളാഹു അറിയും. ഒരു വാതിലടച്ചിട്ടും കാര്യമില്ല, ഒരു ജനലടച്ചിട്ടും കാര്യമില്ല, ഭൂമിൻ്റെ അടിയിലേക്ക് പോയിട്ട് കാര്യമില്ല, ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് കാര്യമില്ല, ആകാശത്തെവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് വീക്ഷിക്കുന്നുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു, ബസീറാകുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ ആയത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ, അവൻ്റെ സിഫാത്തുകളെ, അവൻ്റെ അറിവിനെ, അവൻ്റെ സൃഷ്ടി വൈഭവത്തെ വിശദീകരിക്കുകയാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാകുന്നു. സൃഷ്ടിപ്പ് മാത്രമല്ല, ഉടമസ്ഥതയും ആർക്കാണ്? അള്ളാഹു. ഭൂമിയിൽ ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കുന്നത് ഒരാളായിരിക്കും, ഉടമപ്പെടുത്തുന്നത് മറ്റൊരാളായിരിക്കും. ഒരു കമ്പനി ഒരു കാറുണ്ടാക്കും, പക്ഷെ ഒരാൾ പൈസ കൊടുത്ത് വാങ്ങി അതിൻ്റെ മുൽക്കിയ പിന്നെ അയാളുടെ കയ്യിലാകും. എന്നാൽ അള്ളാഹു സൃഷ്ടാവ് മാത്രമല്ല, ഉടമസ്ഥനുമാണ്.
പ്രപഞ്ചത്തിൽ ഏത് കാര്യവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ്. അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതാണ് ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, അതിലുള്ള കൈകാര്യകർത്തൃത്വം, അതിൻ്റെ ഉടമസ്ഥാവകാശം, അതിൽ ഇഷ്ടമുള്ളത് ചെയ്യാനും വിധിക്കാനുമുള്ള അധികാരം അള്ളാഹുവിനാണ്. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, വ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാകുന്നു, തുർജഉ, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങുക, തുർജഉൽ ഉമൂർ, അംറിൻ്റെ ജംആണ് ഉമൂർ. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. എല്ലാ കാര്യങ്ങളും ആ ഖിയാമത്ത് നാളിന് മുമ്പുള്ള എല്ലാ മടക്കവും, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. വ ഇലല്ലാഹിൽ മസീർ വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നു. കാരണം കൽപ്പനകളെല്ലാം ഇറങ്ങിയത്, സൃഷ്ടിപ്പിൻ്റെ കൽപ്പനകൾ ഇറങ്ങിയത് മേലെ നിന്ന് താഴോട്ടാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ കയറിപ്പോകുന്നതും അങ്ങനെ തന്നെ. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം കാര്യങ്ങളൊക്കെ അവനിലേക്ക് കയറിപ്പോകും. ഈ അമ്രുകളൊക്കെ കയറിപ്പോകും. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ അതൊക്കെ കയറിപ്പോകും. സൃഷ്ടി വ്യവസ്ഥക്ക് വലിയൊരു മാറ്റം വരും, മറ്റൊരവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും മടക്കം, എല്ലാറ്റിൻ്റെയും ഒടുക്കം, എല്ലാവരും പിന്നീട് എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്കാണ്. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ്റെ ജീവൻ, ആത്മാവ്, ഭൂമിയിലുള്ളത്, ആകാശത്തുള്ളതൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, ഇതും അള്ളാഹുവിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന ആയത്താണ്. യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, ഔലജ യൂലിജു ഈലാജൻ. ഔലജ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, വലജ എന്ന് പറഞ്ഞാൽ വന്നു, പ്രവേശിച്ചു നമ്മൾ പറഞ്ഞു നേരത്തെ. ഔലജ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക. ഔലജ യൂലിജു ഈലാജൻ, പ്രവേശിപ്പിക്കുക. യൂലിജുൽ ലൈല, അവൻ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, ഫിൻ നഹാർ, പകലിൽ. പകല് ആയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മെല്ലെ മെല്ലെ അതിലേക്ക് ഇരുട്ടിന് അവൻ ഇങ്ങനെ പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇരുടായി ഇങ്ങനെ വരുമ്പോൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വെളിച്ചമായി വരും. ഭൂമിയെ നിങ്ങൾ പുറത്തുനിന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ ഇരുട്ടും വെളിച്ചവും ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത് കാണാം. അതാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തു സുമറിൽ, യുകവ്വിറുൽ ലൈല അലൻ നഹാർ വ യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, പകലിനെ രാത്രിയിലും രാത്രിയെ പകലിലും ചുറ്റിപ്പൊതിയുന്നു. അപ്പോൾ അതിങ്ങനെ റൗണ്ടടിച്ച് ഇങ്ങനെ വരുന്നത് കാണാം. പകലിലേക്ക് രാത്രി ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇപ്പുറത്ത് രാത്രി പകലിലേക്ക്, അപ്പുറത്ത് പകൽ രാത്രിയിലേക്ക്, ഇങ്ങനെ അത് റൗണ്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമും ബിദാത്തി സുദൂർ. വീണ്ടും അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. വഹുവ അലീം, അള്ളാഹു അറിയുന്നവനാണ്. ബിദാത്തി സുദൂർ, സദറിൻ്റെ ജംആണ് സുദൂർ, ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളത് വരെ. അപ്പോൾ നേരത്തെ പറഞ്ഞതിലൊന്നും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതില്ലല്ലോ, അതുകൊണ്ട് മനസ്സിലെന്തുമാവാന്ന് വിചാരിക്കേണ്ട, അതുകൊണ്ട് അതുകൂടി വ്യക്തമാക്കി. വഹുവ അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഒരാളൊരു 100 വർഷത്തിന് ശേഷം എന്ത് ചിന്തിക്കുമെന്നത് അള്ളാഹുവിനറിയാം. ചിന്തിക്കുന്നതിന് മുമ്പ് ആ മനസ്സിൽ എന്തൊക്കെ ചിന്ത വരും എന്നാർക്കറിയാം? അള്ളാഹുവിനറിയാം. ബഹുവ അലീമും ബിദാത്തി സുദൂർ. മാത്രമല്ല ഇവിടെ യൂലിജുൽ ലൈല ഫിൻ നഹാർ വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ, ഇതിൻ്റെ തഫ്സീർ പറയുന്നിടത്ത് ധാരാളം സ്വഹാബികളും മറ്റും പറഞ്ഞത് കാണാം. ഖിസറു ഹാദാ ഫി തൂലി ഹാദാ വ തൂലു ഹാദാ ഫി ഖിസരി ഹാദാ. അതിലൊന്ന് രാവും പകലും മാറി മാറി വരുന്നതാണെങ്കിൽ മറ്റൊന്ന് ചില സമയങ്ങളിൽ രാത്രി ദീർഘമുള്ളതായിരിക്കും, പകൽ കുറവായിരിക്കും. പിന്നെ ആ ദീർഘമേറിയ രാത്രിയെ പകലിലേക്ക് വിട്ടുകൊടുക്കും, പിന്നെ പകൽ കൂടുതലും രാത്രി കുറവായിരിക്കും. ഈ വ്യത്യാസവും ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. പകലിനും രാത്രിക്കും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് ഭാഗിച്ചു കൊടുക്കുന്നു. ചില പ്രത്യേക സമയങ്ങൾ വരുമ്പോൾ ഏകദേശം രണ്ടും തുല്യമായി വരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ്, അവൻ തീരുമാനിച്ചതാണ്. അത് ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല നിലക്ക് നടക്കാനുള്ള അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. പ്രതാപിയും മഗാധജ്ഞനുമായ അള്ളാഹുവിൻ്റെ കണക്കാക്കലാണത്. മനുഷ്യർക്ക് ഒന്നും അതിൽ യാതൊരു പങ്കുമില്ല, അത് അനുഭവിക്കുക എന്നല്ലാതെ. വഹുവ അലീമും ബിദാത്തി സുദൂർ. ഹൃദയങ്ങളിലുള്ളതെല്ലാം അങ്ങനെയുള്ള റബ്ബ് സൂക്ഷ്മമായി അറിയുന്നു. അപ്പോൾ ഇത്രയും വിപുലമായ കഴിവുള്ളവനാണ് അള്ളാഹുവെങ്കിൽ അവന് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ അവസ്ഥയെങ്കിൽ, ഇനി 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ ആമിനു ബില്ലാഹി വറസൂലിഹി. ആമിനു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ. ആമന യുഅ്മിനു ഈമാനൻ, വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കൂ. ഇത്രയും വിശദീകരിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ പറ്റുന്നത്? ആമിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കൂ. വറസൂലിഹി വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കൂ. അൻഫഖ യുൻഫിഖു ഇൻഫാഖൻ. വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കണം. മിമ്മാ ജഅലക്കും, ഏതിൽ നിന്ന് ചിലവഴിക്കണം? മിൻ, ഒന്നിൽ നിന്ന്. മാ ജഅലക്കും, അള്ളാഹു അതിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. അള്ളാഹു നിങ്ങളെ ആക്കിയിരിക്കുന്നു. മുസ്തഖ്ലഫീന ഫീ, കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നു. ഇസ്തഖ്ലഫ യസ്തഖ്ലിഫു ഇസ്തിഖ്ലാഫൻ. ഇസ്തഖ്ലഫ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കളാക്കുക, അഥവാ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതാണ്, അല്ലാതെ നിങ്ങളുടെ സ്വന്തമല്ല. ഒരാളിൽ നിന്ന് അയാൾ കഴിഞ്ഞാൽ അതിനെ അനന്തരമായി എടുക്കുന്നതിനും ഇസ്തഖ്ലഫ എന്ന് പറയും. പിൻഗാമിയായി ഏറ്റെടുക്കുക, ഇസ്തഖ്ലഫ. ഖലീഫ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ ഏറ്റെടുക്കുക, ഖലീഫ. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, മനുഷ്യൻ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ. അപ്പോൾ ഇസ്തഖ്ലഫ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക, അനന്തരമായി എടുക്കുക, ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ മുസ്തഖ്ലഫുകളാണ്. അപ്പോൾ മുസ്തഖ്ലിഫ് ആരാണ്? അള്ളാഹു. മുസ്തഖ്ലിഫ് അള്ളാഹുവാണ്. അപ്പോൾ മുസ്തഖ്ലഫീന ഫീ, നിങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറൊരു ടീമിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് തന്നത്. സ്വത്ത് അങ്ങനെയല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ എന്താ ഉള്ളത് കയ്യിൽ? ഒന്നുമില്ല. വേറെയുള്ള ആളുകൾ വിട്ടേച്ച് പോയത് നമ്മൾ കൈകാര്യം ചെയ്യാൻ. പക്ഷെ ആളുകളുടെ വിചാരത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എവിടെ നിന്ന് ഉണ്ടാക്കിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യത്തിൽ ധനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ, ഉടമസ്ഥതല്ല. അത് കഴിഞ്ഞാൽ വേറൊരാൾക്ക് വിട്ടുകൊടുക്കണം. അപ്പോൾ ഒരു കുറഞ്ഞ സമയത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുമല്ലേ. പലരുടേതും പൈസ നമ്മുടെ കയ്യിൽ വരുന്നു, നമ്മുടെ പൈസ ഒക്കെ പലരുടെയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച പണം നിങ്ങൾ ചെലവഴിക്കൂ, അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കൂ. ഫല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർ, വഅൻഫഖൂ, അതേപോലെ തന്നെ ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ, ലഹും, അവർക്കുണ്ട്, അജ്റുൻ കബീർ, വമ്പിച്ച പ്രതിഫലമുണ്ട്. വമ്പിച്ച പ്രതിഫലം. അജ്റുൻ കബീർ, വലിയ പ്രതിഫലം. ഏതാണ് ആ വലിയ പ്രതിഫലം? അൽ ജന്ന, സ്വർഗമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഹക്കെങ്കിൽ ഇനി ഒട്ടും താമസിയാതെ എന്ത് ചെയ്യണം? സത്യവിശ്വാസം സ്വീകരിക്കണം. ആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അള്ളാഹു നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ധനത്തിൽ നിന്ന് ചെലവഴിക്കണം എന്നാണ്. കാരണം ധനം ചെലവഴിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സദഖത്തു ബുർഹാനുൻ,
സദഖ ബുർഹാനാണ്, തെളിവാണ് എന്നാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവാണ്, എവിഡൻസ്. ദി എവിഡൻസ് ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധനം ചെലവഴിക്കുന്നത് വർദ്ധിക്കും. ഈമാനിൽ കുറവ് വരുന്നതിനനുസരിച്ച് പിശുക്ക് കൂടി വരും. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ അവിഭാജ്യ ഘടകമാണ് ധനം ചെലവഴിക്കൽ. മുത്തഖീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞെന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ. അവർ നമസ്കാരം നിലനിർത്തുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. നിസ്കാരം, അഖീമുസ്സലാഹ് വ ആതുസ്സക്കാഹ്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുസ്തഖ്ലഫീന ഫീ, കുറച്ച് സമയത്തേക്ക് നിങ്ങളെ കയ്യിൽ വെക്കാൻ തന്നാണ്. നിങ്ങൾ മരിച്ചു പോയാൽ ഈ സ്വത്തുമായിട്ട് ആരെങ്കിലും ഖബറിലേക്ക് പോവോ? ഇല്ല. മനുഷ്യൻ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബിയുടെ അടുത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തക്കാസുർ പാരായണം ചെയ്യാണ്. അൽഹാകുമുത് തകാസുർ. അൽഹാക്കും, അൽഹാ യുൽഹി എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാക്കുക. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. തകാസുർ, പണം ഉണ്ടാക്കുന്ന മത്സരം. കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിനിടയിൽ നിങ്ങൾ മരണത്തെ മറന്നുപോയിരിക്കുന്നു. പക്ഷേ ഈ അശ്രദ്ധ ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് പോകുന്നത് വരെയുള്ളൂ ഈ തിരക്കൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അടങ്ങിക്കിടക്കുന്നത് നോക്കൂ. ശാന്തനാണ്, അടങ്ങിക്കിടക്കാണ്, കയ്യും കാലും ഒന്നും ചലിക്കുന്നില്ല, കണ്ണുമില്ല, വർത്താനമില്ല, ഒന്നുമില്ല. ഇന്നലെ വരെ ഭയങ്കര സംസാരമായിരുന്നു. ആ ബിസിനസ്, ഈ ബിസിനസ്, അവിടെ എത്ര പൈസ, ഇവിടെ എത്ര പൈസ, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ചാടണം. പക്ഷേ അനങ്ങാതെ കിടക്കുന്നത് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ആയത്ത് ഓതിയിട്ട് റസൂൽ പറയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത്, എൻ്റെ പറമ്പ്, എൻ്റെ കച്ചവടം. ഇന്നമാ ലഹൂ മിൻ മാലിഹി സലാസുൻ. സത്യത്തിൽ മനുഷ്യൻ അവൻ്റെ സമ്പത്തിൽ നിന്ന് മൂന്നെണ്ണമേ ഉള്ളൂ. ഒന്നെന്താണ്? മാ അക്കല ഫ അഫ്ന, തിന്ന് നശിപ്പിച്ചത്, നമ്മൾ തിന്നത് ഉണ്ടാകും. ഔ ലബിസ ഫ അബ്ല, ധരിച്ച് നുരുമ്പിച്ച വസ്ത്രം, ഡ്രസ്സ്. ഔ അഅതാ ഫഖ്തന, അല്ലെങ്കിൽ അവൻ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത്. ഒമാ സിവാ ദാലിക്, അതിനപ്പുറത്തുള്ളത് ഫഹുവ ദാഹിബുൻ, അതൊക്കെ പോകും. വതാരിഖുഹു ലിന്നാസ്, മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് പോവണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കഴിച്ചത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ധരിച്ചത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകി സമ്പാദിച്ചത് ഉപകാരപ്പെടും, അതും പരലോകത്ത് ഉപകാരപ്പെടും. അല്ലാത്തതൊക്കെ എല്ലാവർക്കും വിട്ടുകൊടുത്ത് നമ്മൾ പോവണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം. അതുമാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും വ അൻഫഖു, ധനം ചെലവഴിക്കുകയും ചെയ്താൽ. നോക്കൂ, ഈമാനിൻ്റെ കൂടെ ഇൻഫാഖാണ്. ഈമാൻ, ഇൻഫാഖ്. ലഹും, അവർക്കുണ്ട്, അജ്റുൻ കബീർ, വമ്പിച്ച പ്രതിഫലമുണ്ട്. വമ്പിച്ച പ്രതിഫലം അഥവാ സ്വർഗമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു വീണ്ടും, വമാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ? വമാലക്കും, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ലാ തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കാത്തത്? വർ റസൂലു, റസൂലാകട്ടെ, ദൈവദൂതനാകട്ടെ, യദ്ഉക്കും, നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദഅ യദ്ഉ ദുആഅൻ, നിങ്ങളെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റസൂല് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടും നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? ലിതുഅ്മിനൂ ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ ആ പ്രവാചകൻ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല വഖദ് അഖദ മീസാഖക്കും,
അള്ളാഹു നിങ്ങളോട് കരാറെടുത്തിട്ടുണ്ട്. അഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, എടുക്കുക. അഖദ യഖുദു അഖ്ദൻ വഖദ് അഖദ മീസാഖക്കും. മീസാഖ് എന്ന് പറഞ്ഞാൽ കരാർ. അള്ളാഹു നിങ്ങളോട് കരാറെടുത്തിട്ടുണ്ടല്ലോ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേഗം വിശ്വസിക്കൂ. ഇൻ കുൻതും മുഅ്മിനീൻ, ആമന യുഅ്മിനു ഈമാനൻ ഇൻ കുൻതും മുഅ്മിനീൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ലക്കും ലാ തുഅ്മിനൂന ബില്ലാഹ്, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല? കാരണം നേരത്തെ പറഞ്ഞ 6ഓളം ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ചത് തന്നെ മതി. അതിനു പുറമെ എല്ലാ നിലക്കുമുള്ള മുഅ്ജിസാത്തുകളും വ്യക്തമായ ആയാത്തുകളും വിശദീകരിച്ചുകൊണ്ട് ഒരു നബി നിങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. വറസൂലു യദ്ഉക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു മുർസൽ, ഒരു റസൂലും വന്നിരിക്കുന്നു. അപ്പോൾ തെളിവിൻ്റെ മേൽ തെളിവായി. ഈ ആദ്യം പറഞ്ഞതൊക്കെ തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അയാളുടെ ഫിത്രത്തിൽ. അതിനു പുറമെ ഒരു നബി വന്നിട്ട് എല്ലാ മുഅ്ജിസാത്തും അടയാളങ്ങളും കാണിച്ചിട്ട് വിളിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ലേ? അതിനും പുറമെ വഖദ് അഖദ മീസാഖക്കും, അള്ളാഹു നിങ്ങളോട് കരാറെടുത്തിട്ടുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറയുന്നത് മിൻ സുൽബി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സുൽബിൽ നിന്ന്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലൂ ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം. ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് തൗഹീദ് അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനും, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഷിർക്കിലായിരുന്നു അതുകൊണ്ട് ഞങ്ങളും ഷിർക്ക് ചെയ്തു എന്നും നിങ്ങൾ പറയാതിരിക്കാൻ നിങ്ങളോട് അള്ളാഹു തൗഹീദിൻ്റെ കരാറെടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ് തൗഹീദ്. ഒരു സ്രഷ്ടാവുണ്ട് എന്നും അവൻ ഏകനാണ് എന്നും. പിന്നെ അവൻ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് ജഹാലത്ത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് മറന്നുപോയിട്ട് മറ്റു പല പക്ഷപാതിത്വങ്ങളുമാണ്. അത് ഓർമ്മപ്പെടുത്താൻ ഒരു റസൂല് വരികയും ഈ കരാർ ഓർമ്മപ്പെടുത്തുകയും ചെയ്താലെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ. അപ്പോൾ 3 ന്യായങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ, അവൻ്റെ വലിപ്പം. 2, ഒരു റസൂല് വന്നിട്ട് നിങ്ങൾ അതൊക്കെ ഓർമ്മപ്പെടുത്തി ക്ഷണിക്കുന്നു. 3-മത്തേത്, നിങ്ങളുടെ ഫിത്രത്തിൽ ഈ ഒരു മീസാഖുണ്ട്, ഈ ഒരു കരാറുണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കളിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു മനുഷ്യരോട് വാങ്ങിയ കരാറുകൾ. അതേപോലെ തന്നെ ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാൽ എന്ന് പറയപ്പെടുന്ന ആ ആയത്തിൽ പറഞ്ഞ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാം എന്ന കരാർ. അനുസരിച്ചിട്ടില്ലെങ്കിൽ നരകം, അനുസരിച്ചാൽ സ്വർഗം എന്ന് മനുഷ്യൻ അംഗീകരിച്ചത്, ആകാശഭൂമികൾ വിസമ്മതിച്ചത്, അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. വഖദ് അഖദ മീസാഖക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇവിടെ നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇത് മുഅ്മിനുകളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നുകൂടി നമ്മുടെ ഈമാനിനെ പുതുക്കുകയാണ്. ഇതുപോലെ സൂറത്തു നിസായിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കൂ, ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കൂ. അപ്പോൾ അത് വിശ്വാസികളോടാണ്. അതേസമയത്ത് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇൻ കുൻതും മുഅ്മിനീൻ ഐ ഇൻ കുൻതും തുരീദൂന അൻ തുഅ്മിനൂ ബില്ലാഹി യൗമൻ മിനൽ അയ്യാം ഫൽ ആന അഹറൽ ഔഖാത്ത് അൻ തുഅ്മിനൂ ലിതതാബുഇൽ ഹുജജി അലൈക്കും ബിർറസൂലി വഇഅലാമി വദുആഇഹി ഇയ്യാകും ഇലാ മാ ഖദ് തഖററത് സിഹ്ഹതുഹു ഇൻദകും ബിൽഇഅലാമി വൽ അദില്ലത്തി വൽ മീസാഖിൽ മഅഖൂദി അലൈക്കും. നിങ്ങൾ വിശ്വസിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിളായ സമയം. കാരണം ഒരു റസൂല് വന്നിരിക്കുന്നു. യഹൂദന്മാരൊക്കെ കാത്തിരുന്നിരുന്നു എന്നാണ്, ഒരു നബി വരട്ടെ, ഒരു നബി വരട്ടെ. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങൾക്കതാ ഫത്ഹ് വന്നിരിക്കുന്നു. അപ്പം നബിയെ കാത്തിരുന്നവരെ, ഇതാ നബി, എല്ലാ തെളിവുമുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു സമയം ഇനി വേറെയില്ല. അതിനു പുറമെ അള്ളാഹു നിങ്ങളിൽ നിന്ന് മീസാഖ് എടുത്തിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. പിന്നീടേക്ക് മാറ്റിവെച്ചാൽ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല.
അതാണ് ഇൻ കൂന്തും മുഅ്മിനീൻ. കാരണം ഒരു നബി ഉള്ളപ്പോൾ വിശ്വസിക്കൽ എളുപ്പമാണ്. ചില റിവായത്തുകൾ ഇബ്നു അബി ഹാത്തിം അതേപോലെ തന്നെ മറ്റു ചില മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ചില റിവായത്തിൽ, ആ റിവായത്തിൽ ദുർബലതയുണ്ട്. എന്നാൽ വ്യത്യസ്ത റിവായത്തിൽ വന്നതുകൊണ്ട് ചില പണ്ഡിതന്മാരെങ്കിലും അത് ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനെ ഹസൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഹദീസിലുള്ളത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബികളോട്, അയ്യുൽ മുഅ്മിനീന അഅജബു ഇലൈക്കും ഈമാന, വിശ്വാസികളിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം ആരുടേതാണ്? സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അൽ മലായിക, മലക്കുകളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാലഹും ലാ യുഅ്മിനൂൻ വഹും ഇൻദ റബ്ബിഹിം, അവരല്ലാഹുവിൻ്റെ അടുത്തല്ലേ, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്, പിന്നെ അവർക്ക് വിശ്വസിക്കുന്നതിന് എന്താ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫൽ അംബിയ, നബിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വമാലഹും ലാ യുഅ്മിനൂൻ, അംബിയാക്കൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? വൽ വഹ്യു യൻസിലു അലൈഹിം, അവർക്കല്ലേ വഹ്യു വരുന്നത്, അപ്പോൾ പിന്നെ അവർക്ക് വിശ്വസിക്കുന്നതിന് എന്താണ്? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഫനഹനു, എന്നാൽ പിന്നെ ഞങ്ങൾ സഹാബികൾ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാലക്കും ലാ തുഅ്മിനൂന വ അന ബൈന അദ്ഹൂരിക്കും, ഞാൻ നിങ്ങൾക്കിടയിലില്ലേ, പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് എന്താണ് കുഴപ്പം? കാരണം മുഅ്ജിസാത്തുകളൊക്കെ കാണുന്നുണ്ട് പലതും, പിന്നെന്താണ് പ്രശ്നം? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലാകിൻ അഅജബുൽ മുഅ്മിനീന ഈമാനൻ ഖൗമുൻ യജീഊന ബഅദികും യജിദൂന സുഹഫൻ യുഅ്മിനൂന ബിമാ ഫീഹാ. അത്ഭുതം എന്ന് പറയുന്നത് ഒരു നബി കൂടല്ല, വഹി ഇറങ്ങുന്നതിന് സാക്ഷികളുമല്ല, മറിച്ച് ഒരു വേദഗ്രന്ഥം കണ്ടിട്ട് അതിൽ വിശ്വസിക്കുന്ന പിൽക്കാലഘട്ടക്കാരാണ്. കാരണം നമ്മുടെ കൂടെ ഒരു നബിയില്ല, ജിബ്രീലിനെ നമ്മൾ കാണുന്നില്ല, വഹി ഇറങ്ങുന്നതിന് നമ്മൾ സാക്ഷികളല്ല, നമ്മൾ അള്ളാൻ്റെ അടുത്തല്ല, നമുക്ക് വഹി ഇറങ്ങുന്നില്ല. എന്നിട്ടും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിനെയും നമ്മൾ പിൻപറ്റുന്ന സൂക്ഷ്മത നോക്കൂ. ഇതൊന്നും കാണാതെ വിശ്വസിക്കുന്നവർ, അവരുടെ ഈമാനിൽ അത്ഭുതം. പക്ഷേ ഇത് ദറജയിലുള്ള വ്യത്യാസമല്ല, ശരിക്കും ശ്രദ്ധിക്കുക. ദറജയിൽ നമ്മളെക്കാൾ ഉയർന്നത് അമ്പിയാക്കൾ തന്നെയാണ്, സ്വഹാബികൾ തന്നെയാണ്. പക്ഷേ അത്ഭുതകരമാണ് പിൽക്കാലഘട്ടക്കാരുടെ കാര്യം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആ ഈമാൻ നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, നിങ്ങൾ വിശ്വാസം സ്വീകരിക്കുന്നവരാണെങ്കിൽ, ഇനി വിശ്വസിച്ചവരാണെങ്കിൽ കൂടി ഒന്നുകൂടി നിങ്ങളുടെ ഈമാനിനെ പുതുക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൂ, പരലോകത്തെ ഓർത്ത് ജീവിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അമലാക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ കൊണ്ടും മറ്റുമുള്ള ഞെരുക്കങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടിയുള്ളൊരു മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഖബറിടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ. മഹ്ശറിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അറിവിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.